ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്കയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് സവോള എടുത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാനൊന്ന് ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാൻ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ചിക്കനകത്തേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഉള്ളി കൂടുതൽ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉള്ളിയും കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം, പക്ഷേ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. ഞാനും ഇത് മാഗ്നേറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വിനെഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് കേട് ഒഴിച്ച് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ലെമൺ, നമ്മുടെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും മതി. അതിലൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ ആ വഴറ്റിയിട്ടുള്ള ഈ സവോളയൊക്കെ ഒന്ന് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു തവി ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പാനിനകത്തേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ ഇതിനകത്തേക്ക് വേറെ ഞാൻ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ നമ്മുടെ നെയ്യും അതുപോലെ വെള്ളമൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു തരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഓൾറെഡി ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിൽ നിന്നുള്ള നെയ്യും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാ വെള്ളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് റെഡിയാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു തരി വെള്ളം പാടില്ല കേട്ടോ. കംപ്ലീറ്റ് ഇങ്ങനെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി റെഡിയായി. നമുക്കിനി തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഇതൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ, അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ.